കടവന്തൂർ കുരിയോട്ടുമലയിലെ ആദിവാസി യുവതിയുടെ മരണത്തിൽ ഭർത്താവിനായി പോലീസ് അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യങ്കാവ് സ്വദേശിനിയായ അനിലയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിലയുടെ ഭർത്താവ് വിപിൻ ഒളിവിലാണ്. പ്രണയിച്ചു വിവാഹിതരായ അനിലയും ഭർത്താവ് വിപിനും 1 വർഷം മുൻപാണ് കുരിയോട്ടുമലയിലേക്ക് താമസം മാറിയത്. വിപിൻ എല്ലാ ദിവസവും മദ്യപിച്ചെത്തി അനിലയെ മർദ്ദിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. കുരിയോട്ടുമല ആദിവാസി കോളനിയിലെ വീട്ടിലാണ് 24 വയസ്സുള്ള അനിലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിലയുടെ ഭർത്താവ് ഇടമൺ സ്വദേശി വിപിൻ ഒളിവിലാണ്. വലിയമ്മ കൊച്ചുമക്കളെ കാണണമെന്ന് പറഞ്ഞ് വന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ കുഞ്ഞ് ഇവിടെ തൂങ്ങി നിൽക്കുന്നത് ആയിട്ട് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം നോക്കിയപ്പോൾ ഭർത്താവിനെ ഇവിടെ കാണാനില്ല. അപ്പോൾ എല്ലാവർക്കും സംശയം ഭർത്താവ് ചെയ്തിട്ട് പോകാനാ സാധ്യത എന്നാണ് കുടുംബക്കാരെല്ലാം പറയുന്നത്. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ അനിലയുടെ വീട്ടുകാർ ചർച്ച നടത്തിയ ശേഷവും വിപിൻ മദ്യപിച്ചിരുന്നതായി അയൽവാസികൾ പറയുന്നു. അനിലയുടെ ശരീരത്തിൽ മുറിവുകളുടെ പാടുകളുമുണ്ട്. ഒരു കമ്പ് വെച്ച് കുത്തിയിട്ട് ഒരു കമ്പ് വെച്ച് വലിച്ചെടുക്കണം. അങ്ങനെ എടുത്താലേ അതിനകത്ത് കയറിടാനൊക്കത്തുള്ളൂ. ഒക്കെ കുറവായതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ സംശയം തന്നെ. അനിലയുടെ മരണം കൊലപാതകമാണെന്നാണ് വീട്ടുകാരുടെ ആരോപണം. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒളിവിലുള്ള വിപിനെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മീഡിയ 1 കൊല്ലം. ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഹർഷിന. കേസ് വീണ്ടും പരിഗണിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നില്ലെന്നും വ്യാഴാഴ്ച സത്യാഗ്രഹ സമരം നടത്തുമെന്നും ഹർഷിന പ്രതികരിച്ചു. നീതി ഉറപ്പാക്കുന്നതിൽ സർക്കാർ കടുത്ത അലംഭാവം കാണിച്ചുവെന്നും ആരോപണമുണ്ട്.